ബേസിക്കലി നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇത് സാധാരണതുമല്ല, സാധാരണ കിട്ടുന്ന 90 കിലോയുടെയാണ്. ബേസിക്കലി നിങ്ങളിത് പിടിച്ചിട്ട് ഒറ്റയടിക്കുന്ന വലിച്ചാൽ മതി, ഫുൾ ടൈറ്റായിട്ട്. അപ്പോൾ നിങ്ങളുടെ എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് കാണും. ട്രൈ നോക്കട്ടെ. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോക്കകത്ത് ഒരു സ്പെഷ്യൽ ഐറ്റം എനിക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് ചെയ്യണം. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറച്ച് ദിവസം മുമ്പേ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അത് ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ എത്തിയത്. വെറുതെ വർക്ക് ചെയ്യുന്നുണ്ടായില്ലേ, നമുക്കത് തുറന്നു കഴിയുമ്പോൾ മനസ്സിലാത്തുള്ളൂ. എന്തായാലും നമുക്ക് നാളത്തേക്ക് അതിൻ്റെ വെച്ച് വീഡിയോ ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് വീട്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാം. ഇത് തന്നെ ചെയ്യണം. പിന്നെ നിന്നെക്കുറിച്ച് സംസാരിച്ച് നീ അപ്പം തന്നെ കൊണ്ടുതാക്കാൻ പോയാൽ മതി. അവിടെ നീ എന്തിനാ സൈഡിൽ ഇരിക്കുന്നത്? പേടിയില്ലല്ലോ നിനക്ക്? നീ കണ്ടന്റെ മേത്തുനിന്നുള്ള എല്ലാ മഞ്ഞ കളർ മാറ്റി നിന്നെ കണക്കിരിക്കും കണ്ട. ഗൈസ്, മിസ്റ്ററി ബോക്സ് വന്നിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും അൺബോക്സിങ്ങിൻ്റെ പൊക്കത്ത് അൺബോക്സിംഗ് ആണ്. എന്താണ് നിങ്ങൾ ഗസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കാണിച്ചു തരാം. നോർമലി ആമസോണിൻ്റെ പാക്കേജ് കുറച്ച് വ്യത്യാസമാണ്, പക്ഷേ ഇതൊന്നും ഇങ്ങനെ ഇരിക്കുന്ന അറിയില്ല. അപ്പോൾ ഇതാണ് ആ സാധനം. എന്താണെന്നറിയാവാ? ഹാൻഡ് ഡൈനോമീറ്റർ. ബേസിക്കലി നിങ്ങളുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്ന മെഷീനാണ്. ഇത് സാധാരണതുമല്ല, സാധാരണ കിട്ടുന്ന 90 കിലോയുടെയാണ്. ഇത് ഞാൻ അതിൻ്റെ കൂടിയതാണ് മേടിച്ചത്. ഇത് മാക്സിമം ഓഫ് 90 kg തന്നെയാണ്. അവന്മാർ പിന്നെ വീഡിയോക്കകത്ത് ഒടുക്കത്തെ വേറെ കാണിച്ചേക്ക് എന്തുവാണ്. ഇത് 90 കിലോയുടെയാണ്. ഞാൻ മേടിച്ചത് 90ൻ്റെ കൂടുതലായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയ ഐറ്റം വേറേതാണെന്ന്. ഞാൻ ഓർഡർ ചെയ്തത് 90ൻ്റെ അല്ല, 180ൻ്റെ ആയിരുന്നു. ആണ് ഞാൻ കുറച്ച് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ഓർഡർ ചെയ്തത്. എന്നിട്ട് ഇതിപ്പോൾ കിട്ടിയപ്പം വേറെ ഏതോ ആണെന്നുള്ളൊരു ചെറിയൊരു ഡൗട്ടുണ്ട് എനിക്ക്. ഞാൻ ഇതാ ഓർഡർ ചെയ്തത്, വേറെ കമ്പനിയുമാണ്, സാധനവും വേറെ. 180 കാണിച്ചു തരാൻ. 180. എനിക്ക് മനസ്സിലായത് റിട്ടേൺ അടിക്കേണ്ടത്. റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാൻ പിന്നെയും സമയമെടുക്കും. പിന്നെ എന്തുകൊണ്ട് 1000 രൂപ നഷ്ടമാണ് എനിക്കിത്. അല്ലാണ്ട് ട്രൈ ചെയ്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്യണമെങ്കിൽ പിന്നെ അവന്മാരുടെ ബാറ്ററി ഞാൻ പൊട്ടിക്കേണ്ടി വരും. വേറെ 2 ചെറിയ ബാറ്ററി മേടിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി റിട്ടേൺ അടിക്കാതായിരിക്കും നല്ലത്. ഒരു ബാറ്ററി മേടിച്ചുകൊണ്ട് വരാം. ഇത് അവിടെ ബാറ്ററി കിട്ടി അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഇട്ട് നോക്കാം അത് വർക്ക് ചെയ്യത്തില്ല. ഞാൻ മെയിൻ അത് മറ്റേത് മേടിക്കാൻ കാരണം അതിനകത്ത് കുറച്ചുകൂടി എന്ന് വെച്ചാൽ 150 കിലോ വരെ വലിക്കാൻ പറ്റും. അതിൻ്റെ റീഡിങ് അത്ര ഉണ്ട്. ഇത് 90 ഉള്ളൂ. ഞാൻ 150 കിലോയുടെ ആക്ച്വൽ പ്രോഡക്റ്റ് ഉണ്ടോ ഇത്, അല്ലെ വെറുതെ ഒരു കാണിച്ചു ചെയ്യണമെന്നും അറിയത്തില്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബേസിക്കലി നിങ്ങളിത് പിടിച്ചിട്ട് ഒറ്റയടിക്കുന്ന വലിച്ചാൽ മതി, ഫുൾ ടൈറ്റായിട്ട്. അപ്പോൾ നിങ്ങളുടെ എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് കാണും. ട്രൈ നോക്കട്ടെ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടി ഹെവി ആയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അത് ഞാൻ വലിയ എഫേർട്ട് കൊടുത്തില്ല. ഫുൾ സ്ട്രെങ്ത് ഇപ്രാവശ്യം ഫുൾ സ്ട്രെങ്ത്. ഓ കൊള്ളാം, 65 കിലോ എത്തിയില്ല ഇപ്രാവശ്യം, കുറഞ്ഞു. 3, 2, 1. ഓ 54. ഒരു പ്രാവശ്യം 65 വന്നു, പിന്നെ വന്നിട്ടേ ഇല്ലത്. കുറച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓ 65 എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ 55ൻ്റെ പൊക്കത്ത് പോകുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് റിട്ടേൺ ചെയ്യുവാണ്. എന്തായാലും ഞാൻ ഇതല്ല ഓർഡർ ചെയ്തത്. പൈസ കൂടുതൽ കൊടുത്ത സ്ഥിതിക്ക് നമ്മൾ മേടിച്ച് തന്നെ മേടിക്കും. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ബാക്കി ഇനി കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. എന്നാൽ റിട്ടേൺ അടിക്കട്ടെ. ഇപ്പോൾ അതിനകത്ത് മാക്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 65. ഞാൻ പിന്നെ പാക്കിനുണ്ട്. അവന്മാർ നാളെ വന്ന് മേടിക്കും. ഇത് ഞാൻ ഉദ്ദേശിച്ച അച്ഛനെ കൊണ്ടൊക്കെ ട്രൈ ചെയ്യിപ്പിക്കാനാണ്. പക്ഷെ എന്തായാലും ഞാൻ മേടിച്ച പ്രോഡക്റ്റ് തന്നെ കിട്ടിയിട്ടായിട്ട് നമുക്ക് ട്രൈ ചെയ്യിപ്പിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ ചെയർ കൊണ്ടുപോയിട്ട് അതിൻ്റെ കാലിൻ്റെ വണ്ണം കുറയ്ക്കുക. അതിന് ഓൾറെഡി വണ്ണം ഉള്ളതുകൊണ്ട്, വണ്ണത്തിനല്ല, വണ്ണം വലിയത് പൊങ്ങുന്നില്ല, വണ്ണം ഉള്ളതുകൊണ്ട് ഒട്ടും പൊങ്ങുന്നില്ല. അപ്പോൾ അത് കൊണ്ടുപോകായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും ഒറ്റയ്ക്കാണ്. അച്ഛൻ വീട്ടിലുണ്ടോ? അച്ഛൻ കിടക്കുക. നീ ഹെൽപ്പ് ചെയ്യുന്ന ഡേയ് കണ്ടൂസ് കണ്ടാ? ഞാൻ വണ്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് എടുത്തോണ്ട് പോട്ടെ. വീഴത്തില്ലായിരിക്കും, പ്രതീക്ഷിക്കാം. അവിടെ ചവിട്ടി പിടിച്ചാൽ പോരെ. ഇതിൻ്റെ ബാറ്ററി എത്തുമെന്ന് തോന്നുന്നത്. ഓണാകുന്ന പോലെ സെൽഫ് സ്റ്റാർട്ട് അടിക്കുന്നില്ല. അച്ഛനെ എഴുന്നേപ്പിച്ചിട്ടുണ്ട് ചെയർ എടുക്കാൻ വേണ്ടി. എവിടെയാ പോകുന്ന? ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറ് വർഷം. ഞാൻ പിടിച്ചോണ്ടിരുന്നാ പോരെ. നിന്റെ ബാറ്ററി കൊണ്ട് കേടാ കേട്ടെ വണ്ടിയുടെ. ഓണാകുന്നില്ല, നോക്കി. ഒച്ച പോലും വരുന്നില്ല. അത് ബാറ്ററി പോയത്. എനിക്കും ചെയ്ത് നോക്കിയാൽ രാവിലെ കുറേ ഒന്നും അറക്കാനൊന്നുമില്ല. ബാറ്ററി പോയതാ.
ബാറ്ററി കൊണ്ട് സൗണ്ടിന് ഹോണിന് പോലും വെച്ചില്ലേ. ചേട്ടൻ നോക്കിയിട്ട് പറയാം പറ്റുക പറ്റത്തില്ല. മെഷീൻ പ്രോപ്പറായിട്ട് വന്നാലേ അത് റൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ചെയർ ഊരേണ്ടി വരും. ആ ചേട്ടൻ പറഞ്ഞത് മെഷീനിൽ കയറ്റാൻ പറ്റത്തില്ല അത് പ്രോപ്പറായിട്ട്. അത് കാല് ചെറുതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഫുള്ള് ഊരേണ്ടി വരും. ഓരോ കാല് ഫുള്ള് ഊരിയെടുക്കണം. അപ്പോൾ അതിന് എക്സ്ട്രാ ചിലവൊക്കെ ആവും. എന്തായാലും ശ്രമിക്കാന്ന് പറഞ്ഞു. കാലിൻ്റെ അറ്റം മാത്രം എങ്ങനെ വണ്ണം കുറച്ച് തരാം. എല്ലാവരും എന്നെ മടി കയറിയില്ല. ഞാൻ ചെറുതൊന്നും ചാടി കയറായിരുന്നാൽ മതി. ആ കിറുക്ക് നിനക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടോ ഇവിടെ? അമ്മ ഷുഗർ കഴിക്കുവാണ്, പാഷൻ ഫ്രൂട്ട് ഇട്ടുണ്ട്. ഡയബറ്റീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം തോന്നുന്നു. അച്ഛനും കൊടുത്തിട്ടുണ്ട്. അച്ഛൻ മഴ നിറഞ്ഞു വന്നിരിക്കുക. അച്ഛനെവിടെ കഴിച്ചത്? അച്ഛൻ കഴിച്ചില്ലല്ലോ. അച്ഛൻ ഇപ്പൊ കഴിച്ചു തീർത്തേ ഉള്ളു. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അമ്മ ഇവിടെ എന്നെ ഉത്സാഹിപ്പിക്കുവാണല്ലേ. ഇപ്പൊ ഞാൻ ജിമ്മിലോട്ട് പൊക്കോണ്ടിരിക്കുക. മറ്റേ വീഡിയോ ഇല്ലേ എന്ന് വെച്ചാൽ മെയിൻ ചാനലുള്ള വീഡിയോ, അത് കുറച്ചൊരു പെട്ടെന്ന് ഇടണോടാ. എന്ന് വെച്ചാൽ ഇടുന്ന എത്ര ലേറ്റ് ആക്കുന്നത്. കഴിഞ്ഞ വീഡിയോ 12 ദിവസം കണ്ട് ഇട്ടത്. ഈ വീഡിയോ ഇനി വരാൻ പോകുന്ന വീഡിയോ ഓൾറെഡി 5 ദിവസം ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇട്ടില്ലെങ്കിൽ എനിക്ക് പൈസ പോയിക്കൊണ്ടിരിക്കുക. എത്ര ലേറ്റ് ഇടുന്ന അത്രയും പൈസ വേണ്ട. ഇടാൻ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ ആ ചെയർ എനിക്കിട്ട് പണി തന്നെ. നാളത്തേക്ക് അപ്പോൾ ചെയർ കിട്ടുമായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പോകത്തില്ലെന്ന് ആർക്കറിയാം. പിന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി മറ്റേ ആ കൈയുടെ സാധനം രാവിലെ റിട്ടേൺ അടിച്ചില്ലേ, അതും മേടിച്ചത്. പക്ഷെ അത് റിട്ടേൺ അടിക്കേണ്ടി വന്നു. ഇങ്ങനെ ഓരോ ഡിലേ വരിക. ഇത് ഡേ 59 ഓഫ് 60 ഡേയ്സ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ്. നാളത്തേക്ക് എന്തായാലും 60 ദിവസം ആകുന്നതുകൊണ്ട് ഞാൻ എന്തായാലും ഇനി 100 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇത്രയും മെനക്കെട്ട് വന്നില്ലേ, ബാക്കി കൂടി നോക്കാം നമുക്ക്. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ എക്സസൈസ് സ്മിത്ത് മെഷീൻ സ്ക്വാട്ട് ആയിരുന്നു. ഇത് 110 കിലോ ഉണ്ട്. സാറിന് 100 കിലോ ചെയ്യുന്നതാണ്. അപ്പോൾ 10 കിലോ കൂട്ടിയിട്ടുണ്ട് ഞാൻ. പക്ഷേ രണ്ടാമത്തെ 3 സെറ്റ് ചെയ്ത് 120 കിലോ വെച്ചാൽ 120 എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല. സ്ക്വാട്സ് കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്തത് ഹാംസ്ട്രിംഗ് കേൾസ് ആയിരുന്നു. ഹാംസ്ട്രിംഗ് കേൾസിന്റെ അവസാനത്തെ റെപ്പ് മോനെ ചത്തി പിടിച്ചിട്ട് പോലും എൻ്റെ കാല് വളർന്നു. അപ്പോൾ അടുത്ത തന്നെ നോർമൽ പുല്ലപ്പ് ആണ്. എൻ്റെ ആഗ്രഹം ബെലി ബട്ടൺ വരെയൊക്കെ പോകണമെന്നാണ്. അതൊക്കെ ഒരു ആഗ്രഹം മാത്രമായിട്ട് നിന്ന് പോകുമായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നോർമൽ പുള്ളപ്പ് ഒക്കെ എന്നെ കൊണ്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ലെവറിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ്. ഫ്രണ്ട് ലെവർ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വന്നു എനിക്ക് എന്തോ കാല് മുമ്പിലോട്ട് നീട്ടി വെക്കുന്ന ഒടുക്കത്തെ പാട്. അതുകൊണ്ട് വിയർത്ത് കുളിക്കുന്നുണ്ട്. അടുത്തൊരു ചാലഞ്ച് വീഡിയോക്ക് വേണ്ടി എനിക്ക് ഫോറാമിന്റെ സ്ട്രെങ്ത് കൂട്ടണം. ഫോറാമിന്റെ സ്ട്രെങ്ത് കൂടുന്നുണ്ട്, പക്ഷേ അതും പോരാ. എനിക്ക് തോന്നുന്ന ഫുൾ ബാർ എന്ന് പൊക്കാൻ പറ്റും അന്ന് വല്ല ആവുമായിരിക്കും. അപ്പൊ അതിന്റെ തന്നെ കുറച്ച് വേരിയേഷൻസ് ആണ്. ഡബിൾ വെച്ച് ചെയ്ത് ഞാൻ ഈ മെഷീനിലും വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് സൈഡ് ആംഗിളിൽ നിന്ന് സ്ട്രെങ്ത് വേണം. അതുകൊണ്ട് അങ്ങനെ പിടിക്കുന്നു. അങ്ങനെ ജിമ്മ് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിൽ ഇട്ട് വല്ലതും കഴിക്കാം നമുക്കല്ല എനിക്ക്. അങ്ങനെ എൻ്റെ ബീഫും ചീസും ആയിട്ടുണ്ട്. മുട്ട ഇപ്രാവശ്യം വീട്ടിലില്ല, അതാ മുട്ടയിടാൻ. പക്ഷെ ചീസ് അരിഞ്ഞിട്ടില്ല, അറിയാമോ? അതിന് നല്ല ചൂടില്ലെന്നു അതാ അരിക്കാത്ത. ഇതെപ്പോൾ ഇട്ട് കൊടിയൊക്കെ സെറ്റപ്പ് ആക്കി. ഞാൻ പോയ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഇത് ഉണ്ടായിരുന്നു? ഇല്ല എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാ, ഇല്ലായിരുന്നു. അച്ഛൻ ഇപ്പം അങ്ങനെ ഇട്ടത്. ഞാൻ ഇപ്പം മറ്റേ പാക്ഡ് വെള്ളം മേടിക്കാൻ പോകും. എനിക്ക് കുറച്ച് ടീഷർട്ട്സ് വേണം, അറിയാമോ? നല്ലൊന്നും കിട്ടുന്നില്ല. 1-2 വാഷ് കഴിയുമ്പോൾ തന്നെ വേറെ കൂതാറ് ലുക്കാണ്. ഞാൻ മേടിച്ചത് മറ്റേ 3 ഷർട്ടല്ലേ, അത് വീഡിയോക്ക് ഇടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അതിടാത്തത്. ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഇത് കൊണ്ടുവരുന്ന കുറച്ച് വെയിറ്റ് അറിയാമോ?